മുൻ മന്ത്രി ജി സുധാകരൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ബോച്ചയെക്കുറിച്ചാണ്. ഭാഷയുടെ സവർണ ചുവയില്ലാതെ പച്ച മലയാളത്തിൽ രണ്ട് വാചകം ഒന്ന് കാച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടൊന്ന് കണ്ടേ. ഇന്നലെ ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ. അവൻ്റെ പേര് ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ. പരമനാറിയല്ലേ അവൻ. ഞാൻ 15 വർഷം മുന്നേ എൻ്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാറിയാണ്. ഇവൻ്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിൻ്റെ ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. കാര്യം ഭാഷയുടെ കാര്യത്തിൽ ഇടതുപക്ഷക്കാർ എന്തു പറഞ്ഞാലും ഈ നാട്ടിൽ ഇതാണോ സംസ്കാരം എന്ന രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ടല്ലോ. പലതരം ശങ്കുലി പോലുള്ള ഫേസ്ബുക്ക് പേജുകളുണ്ടല്ലോ. മധുരം പുരട്ടിയ ഭക്തി കുത്തി നിറച്ചിരിക്കുന്നു എന്ന് തോന്നിച്ചിരിക്കുന്ന ചില ആഢ്യ ഭാഷകൾ, ആ പേരിൽ ഓടുന്ന പല സംഖ്യ നിയന്ത്രണത്തിലുള്ള വ്യാജ പേജുകളിലും ഈ ഒരു ഭാഷയെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം ഈ ഞരമ്പന്മാരെ എല്ലാം ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ ന്യായീകരിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണല്ലോ ഇതുപോലത്തെ ഞരമ്പ് വേലത്തരം കാണിച്ച യദു കൃഷ്ണൻ എന്നൊരു ബസ് ഡ്രൈവർ, ഓർമ്മയില്ലേ? ആര്യ രാജേന്ദ്രനോട് മോശമായി പെരുമാറുകയും അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി അതിനെ ചോദ്യം ചെയ്തതിനും എന്തൊക്കെ തരത്തിലാണ് ഒരു ഞരമ്പനെ ന്യായീകരിച്ചത്. അതുപോലെയാണ് ഞരമ്പൻ വർത്തമാനം പറയുന്ന ബോച്ചയെക്കുറിച്ച് ഒരു വാചകവും പറയാനായിട്ട് ധൈര്യപ്പെടാത്ത മാധ്യമങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്നവർക്കിടയിൽ അത്തരക്കാരല്ല ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ്. അതിലൊന്നാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. പറയാനുള്ളത് പറയേണ്ടത് പോലെ തന്നെ പറയും. അത് എം മണി ആയിക്കോട്ടെ, അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, ജി സുധാകരൻ ആയിക്കോട്ടെ. അലവലാതിത്തരമാണെങ്കിൽ അലവലാതിത്തരം എന്ന് തന്നെ പറയും. പരനാറിത്തരം എന്ന് പറഞ്ഞാൽ പരനാറിത്തരം എന്ന് തന്നെ പറയും. അതിൽ മാധ്യമങ്ങളുടെ സംസ്കാര അളവുകോൽ എടുത്തുകൊണ്ടുവന്ന് സവർണ ഭാഷയുമായി ചേർത്ത് വെച്ചിട്ട് രണ്ട് കമ്പാരിറ്റീവ് ഉണ്ടല്ലോ, അതിനൊന്നും ഇവിടെ ആർക്ക് സൗകര്യമില്ല. അതുകൊണ്ടാണ് ഒരു ഞരമ്പൻ വർത്തമാനക്കാരൻ എങ്ങനെ സമ്പത്തിൻ്റെ ധൈര്യത്തിൽ എന്ത് ഊളത്തരോ ഈ നാട്ടിൽ പറയാമെന്ന് കരുതുന്നവർക്കുള്ള മറുപടി ദേ ഇങ്ങനെയായിരുന്നു. ഇന്നലെ ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ. അവൻ്റെ പേര് ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ. പരമനാറിയല്ലേ അവൻ. ഞാൻ 15 വർഷം മുന്നേ എൻ്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാറിയാണ്. ഇവൻ്റെ ഒരു ജാഥയുണ്ടായിരുന്നു കേരളത്തിൽ. പണത്തിൻ്റെ അഹങ്കാരമല്ലാതെ എന്താ, എന്തും ചെയ്യാമെന്നാണ്. പക്ഷേ അവൻ വരും പ്രാകൃതനും കാടനുമാണ്. അവനൊരു സംസ്കാരമേ ഉള്ളൂ, ലൈംഗിക സംസ്കാരം. അത് കുറേ കാലമായി പ്രയോഗിച്ച് നമ്മുടെ കരണക്കുട്ടികളുണ്ട് കൊടുക്കാൻ ആരുമില്ലാതായി പോയിട്ട് ഈ കേരളത്തിൽ. ഞങ്ങളാരും അറിഞ്ഞല്ലോ, കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയാണ് ഞങ്ങൾ തല്ലിയത് ഉറപ്പാണ്. എങ്ങനെ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി? ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി? ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത് എൻ്റെ മൊബൈലിലേക്ക് കുന്തമൊന്നുമില്ല, പഴയ ചെറിയ ഫോണാണ്. അപ്പോൾ ഞാനിത് കാണാറുമില്ല. പക്ഷെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വൃത്തികേടാവാൻ കാണിക്കുന്നത്. എന്തായാലും ഒരു വനിത, ഒരു ആക്ട്രസ്സാണ്. അവർ കേസ് കൊടുത്തു, അവനെ ശിക്ഷ കിട്ടി, പോലീസ് പിടിച്ചു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരെ ഹീറോ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അത്രയും. അയാൾക്ക് പ്രത്യേക സംഘം, ഇവിടെ എന്തോന്ന് സംഘം, നിയമവിരുദ്ധമാണത്. അയാൾ അശ്ലീല ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇടുമ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ, സ്യൂമോട്ടോ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ, ആരും പരാതി കൊടുക്കണ്ടല്ലോ. ആലപ്പുഴയിലെങ്ങാനും ആയിരുന്നെങ്കിൽ കടവായിലെ 2 പല്ല് കാണാത്ത അവസ്ഥ ഉണ്ടാക്കിയനെ എന്നുകൂടി അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. 15 വർഷം മുമ്പ് തന്നെ ഈ 6 വഷളനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പറയുന്നു. ഇപ്പോൾ ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. കണ്ടില്ലേ, തൊഴിലാളി സംസ്കാരം, ഇവനൊന്നും കൾച്ചറില്ല. സവർണ ഭാഷയിൽ നിങ്ങൾ മധുരം പുരട്ടിയ രീതിയിൽ സംസാരിക്കൂ. അങ്ങനെ വേണം ഭാഷ പ്രയോഗിക്കേണ്ടത്. പറയേണ്ടത് പച്ചയ്ക്ക് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ അതിൽ സവർണ ചുവ കേട്ടിട്ട് പോളിഷ്ഡ് ഭാഷയിൽ സംസാരിക്കാൻ ഈ നാട്ടിൽ സൗകര്യമില്ല. ആ കാലമൊക്കെ പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ജി സുധാകരൻ പറയേണ്ട കാര്യം പറയേണ്ടത് പോലെ പറയും. അതിലൊരു സംശയമില്ല. ബോബി ചെമ്മണ്ണൂർ കാണിച്ച പ്രവർത്തനങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മറുപടി അർഹിക്കുന്നില്ല. എന്തായാലും ഈ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ് ആയി ഓടുന്നുണ്ട്. കാര്യം ഈ രീതിയിലുള്ള പ്രതികരണം പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ സവർണ ചുവയുള്ള മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ, തെറ്റല്ലേ എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് പലരും അത്തരം വാക്കുകൾ പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കാറില്ല. പക്ഷേ ഇടതുപക്ഷക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നതെന്ന് ജി സുധാകരൻ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു 9 on 6 മറുപടി ഇങ്ങനെ അങ്ങ് അടത്തിറക്കി ഇട്ടുകൊടുത്തത്.